ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മടിച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരാഴ്ച ആവാറാവുമെന്ന് തോന്നി എനിക്ക് വീഡിയോ ശരിക്കും ഞാൻ എടുത്തിട്ട്. ഒരാഴ്ച ആയിട്ടില്ല അല്ലേ, 2-3 ദിവസം ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വീഡിയോ എടുത്തെങ്കിലേ എനിക്ക് മടിയാണ്. അപ്പോൾ പിന്നെ ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് വരുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. അങ്ങനെ മടിയെല്ലാം മാറ്റിയിട്ട് ഞാൻ ദേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇത് ഇന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇന്നലെ എനിക്ക് എഡിറ്റ് ഞാൻ ചെയ്ത് വെച്ചു, പക്ഷെ നമുക്ക് വോയിസ് ഓവർ ഒന്നും കിടക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇന്നാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് കോഴി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മീൻകറി ഉള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ അത് പിറ്റേ ദിവസം എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി വെച്ചാൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂടുതലും വൈകുന്നേരം നേരത്തിനാണ് കോഴി എടുക്കാറ്. അപ്പോൾ പിള്ളേർക്ക് ഞാൻ വേഗം അതിന് കുറച്ച് എല്ലില്ലാത്ത കഷ്ണം നോക്കി എടുത്തിട്ട് പൊരിച്ച് കൊടുത്തു വിടാൻ വേണ്ടി അതിന് കുറച്ച് എടുക്കണതാണ് കേട്ടോ. ഫ്രീസറിൽ വെക്കത്തില്ല, ഫ്രീസറിൻ്റെ താഴെ പാലൊക്കെ വെക്കുന്ന ഇതുണ്ടല്ലോ, അവിടെ കൊണ്ടുവെക്കും. അതാകുമ്പോൾ കട്ട പിടിക്കത്തില്ല, എന്നാൽ കേടാവത്തില്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ ഇരിക്കും. ഞങ്ങൾ ഫ്രിഡ്ജ് പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ആവശ്യത്തിൽ കൂടുതൽ ഭയങ്കരമായിട്ട് കട്ട പിടിക്കും. നമ്മൾ എത്ര കുറച്ചിട്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് വരെ നമ്മൾ കയ്യെ കയറാനുള്ള ഗ്യാപ്പ് ചിലപ്പോൾ കാണുന്നില്ല, അതുപോലെ കട്ട പിടിക്കും. അങ്ങനെ അതും വേഗം മുറിച്ചെടുത്ത് പെട്ടെന്ന് കൂട്ടി വെക്കണം കേട്ടോ. കാരണം അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് ആക്കി എടുക്കണം. പിള്ളേർക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി താമസിച്ചാണ് എണീക്കുന്നത്. മദ്രസ ഉണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി നേരത്തെ ആണെങ്കിൽ എണീറ്റ് പെട്ടെന്ന് ആക്കും. ഞാൻ പിന്നെ ചോറ് ഇപ്പോൾ ആദ്യത്തെ പോലെ രാവിലെ എണീറ്റത് ഞാൻ ഇടാറൊന്നുമില്ല, ചോറുള്ളതുകൊണ്ട് കേട്ടോ. ചോറ് പിന്നെ വെളുപ്പിനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇട്ട് ഒരു അരമണിക്കൂറില്ല 1 മണിക്കൂറിനുള്ളിൽ വേവുന്ന അരിയാട്ടോ മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി താമസിച്ച് ഇടാറുള്ളേ. അപ്പോൾ വേഗം മസാല എല്ലാം കൂട്ടി വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഒന്ന് തിരുമ്മി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പെല്ലാം കയറി പിടിച്ചോളും. പിന്നെ കുഞ്ഞ് എന്താ പറയുക, സോയാബിയുടെ ആ സൈസിലാട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ചിക്കൻ പൊരിക്കാൻ ഇവിടെ വീട്ടിൽ മേടിച്ചാലും അതിനേക്കാൾ ഇച്ചിരി കൂടെ മുറിക്കും. എനിക്ക് ഈ ചെറിയ പീസാകുമ്പോൾ, ഒത്തിരി വലിയ പീസാകുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, എല്ലാവർക്കും തികയുമെന്ന്. അതുകൊണ്ട് ഞാൻ കുഞ്ഞു പീസാക്കണ്ട. അപ്പോഴേക്കും എന്തേ പാല് അവിടെ തിളച്ചിട്ടുണ്ടായി. ഞാൻ എപ്പോൾ പാല് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ അപ്പം തിളച്ച് വെക്കും. കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടി അതാണ്. ആരെങ്കിലും അടുത്ത് നിൽക്കുന്നവരായിരിക്കും ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് വേഗം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കൂടി ഞാൻ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. ഒരുപാട് ചായ ഞാൻ കുടിച്ചോണ്ട് ഇപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത്. കാരണം എനിക്ക് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ശ്രമിച്ച് നോക്കി, കുറച്ച് ദിവസമൊക്കെ ഒന്ന് നോക്കാൻ പറ്റും, ഒരാഴ്ചയെങ്കിലും ചെയ്യാൻ പറ്റും നോക്കി, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെച്ച് തുടങ്ങിയിട്ട് പതുക്കെ നിർത്താൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ചോറ് വേഗം തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇന്നിപ്പോൾ കൂടുതലും ഗ്യാസിൽ വെക്കണം, കാരണം കഞ്ഞി വേഗം അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ചോറ് ഇതൊക്കെ പെട്ടെന്ന് ആക്കിയെടുക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ പണി തുടങ്ങി പിറ്റേ ദിവസം തൊട്ട് നമ്മൾ പുറത്താട്ടോ അടുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നേരം മഴയൊന്നും ഉണ്ടായി, നല്ല വെയിലായിരുന്ന സമയമായിരുന്നല്ലോ. പിന്നെ ഒരു ദിവസം കഞ്ഞി കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു മഴ അങ്ങോട്ട് വന്നു. വേഗം കഞ്ഞിക്കലെല്ലാം കൊണ്ട് ഞാൻ അകത്ത് കയറി. അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അകത്ത് തന്നെ കൂട്ടുന്നിട്ട് എന്തായാലും അടുപ്പ് പൊളിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ അവർ വന്ന് പൊളിച്ചോളെന്ന് ഓർത്തിട്ട് എല്ലാവരും പറഞ്ഞു പുറത്തിന് കൂട്ടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പോൾ അകത്ത് തന്നെയാണ് കേട്ടോ കൂട്ടുന്നത്. ഇതുവരെ വന്നിട്ടില്ല, ഇപ്പം മഴ കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ എന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പാത്രങ്ങളും സാധനമൊന്നും ഞാൻ ശരിക്കും ഒന്ന് ഒതുക്കിയൊന്നും പോലും വെച്ചിട്ടില്ല. അവർ വരുമ്പോൾ എന്തായാലും ഒന്നത്ത് മാറ്റണമല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ മുക്കിലും മൂലയിലൊക്കെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ പാത്രങ്ങൾ എടുത്ത് കളഞ്ഞാണ്ട് കുറേയൊക്കെ സ്ഥലം ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പണിയുടെ ഇടയിൽ എൻ്റെ ചായടി നടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി കൂട്ടാനും കൂടെ ഉണ്ടാക്കി ചിക്കനും പൊരിച്ച് കൊടുത്തു വിടാമെന്ന് ഓർത്തിട്ടാണ്. പണ്ട് തൊട്ടേ പിന്നെ എനിക്കിഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കറിയാണ് കേട്ടോ ഉള്ളി കൂട്ടാൻ. അത് നല്ല രസമാണ്, കാരണം വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചുറ്റുമാത്തിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഉച്ചക്ക് തുറക്കുമ്പോഴുള്ളൊരു മണം, അത് നല്ലൊരു ടേസ്റ്റ് ആണ്. എനിക്ക് ബസ്സിൽ എപ്പോഴും പറയും നല്ല മണം വെച്ച് ചോറ് ഇങ്ങനെ തുറക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഉള്ളിക്കൂട്ടാൻ ആ സൈഡിൽ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കും. പിന്നെ ഉള്ളി അരിച്ച് പാടാണ്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ചോറ് വേഗം തിളപ്പിച്ച് ഞാൻ വടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അടുപ്പിൻ്റെ അവിടെ വെക്കാത്ത സീറ്റുകാർ ഒലിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 അടുപ്പത്തും കൂടെ വെച്ചിട്ടുണ്ട് എളുപ്പപ്പണി കിട്ടുക. പാത്ത് നല്ല ഉറക്കണം. 2 ദിവസമായിട്ട് പാത്ത് അത്യാവശ്യം നല്ലപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ പണിയൊക്കെ ഞാൻ തീർത്ത് വെക്കുന്നുണ്ട് കേട്ടോ സമയം കൊണ്ട്. മക്കളപ്പോൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ മദ്രസ ഇല്ലാത്തതുകൊണ്ട് 7:30 സമയത്ത് നോക്കിയിട്ട് ഞാൻ വിളിക്കാറുള്ളൂ. പിന്നെ ഒച്ചയിട്ട് എന്തായാലും ഇവിടുന്ന് പോകുമ്പോൾ 8:40 കഴിയുണ്ടാവും. എന്തായാലും ഒക്കത്തിന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തോ വലിയ പണി ഒഴിഞ്ഞ പോലെയാണ്. പക്ഷേ പിള്ളേർ പോയി കഴിയുമ്പോൾ ഒരു സങ്കടമാണ് പിറകിയത് നോക്കും. അത്രയും നേരം ഒച്ചയും വെള്ളമൊക്കെ ആയിട്ട് പിന്നെ പോകുന്ന നേരത്ത് എന്തെങ്കിലും കലമ്പും കാര്യമൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വിടുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തീയെല്ലാം കത്തിച്ചത് കഞ്ഞിക്ക് വെള്ളം ഇടാൻ പോകാം കേട്ടോ. നമുക്ക് മണ്ണെണ്ണ എല്ലാം തീർന്നിട്ടുള്ളതുകൊണ്ട് വലിയ പാടാട്ടോ. പേപ്പറൊക്കെ കുറേ വെച്ചിട്ടാണ് കത്തിയെടുക്കുന്നത്. അങ്ങനെ പുറത്ത് അടുപ്പ് കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ നനവായതുകൊണ്ട് കൂടുതലും മണ്ണെണ്ണ അല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം തീർന്നു. ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞേ കിട്ടത്തുള്ളായിരിക്കും. അതൊന്ന് തിരിഞ്ഞപ്പോഴേക്കും നമ്മൾ സവോള കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിക്ക് പിടിക്കും. അപ്പോൾ ചിക്കൻ ഞാൻ നോക്കി, ചിക്കൻ കുഴപ്പമില്ല, വെളുത്തുള്ളിലുണ്ട് അടിക്ക് അങ്ങനെ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ അതിൽ കരിഞ്ഞ ഭാഗം ഞാൻ ഇടയ്ക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലപോലെ അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. തീ കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം ആക്കി കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ ചിക്കനൊക്കെ വെക്കുന്ന പോലെ തന്നെ കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത്ര ഉപ്പൊക്കെ ഇട്ടിട്ട് ആക്കിയെടുത്ത് അത് വേഗം പാത്രത്തെയും ആക്കിയിട്ടുണ്ട്. ഈ പാത്രമൊക്കെ കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ എനിക്കിതെല്ലാം പോയി കഴിയുമ്പോൾ ഇരട്ടിപ്പണിയാണ്. ഇത് കാലിയാകുമ്പോൾ പിന്നെ ഒത്തിരി പാത്രം നിറഞ്ഞ പോലെ ആയിരിക്കും. അങ്ങനെ എടുക്കുന്ന വേഗം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കൈയോടെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിടുവാണ്. അപ്പോൾ പിന്നെ കുറേയൊക്കെ പണി കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ കഴിക്കുന്ന അപ്പോൾ കഴുകി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചോറിൻ്റെ ചെവിട് ഉണക്കിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ വന്നേ പിന്നെയാണ് ഈ ചെവിട് ഉണക്കുന്ന പരിപാടിയൊക്കെ ഞാൻ അറിയുന്നത്. നമ്മളോടൊക്കെ ഇങ്ങനെ ഇല്ല, വടിച്ചിടുക കൊട്ടക്കൈയിലാണല്ലോ കൂടുതൽ, കൊട്ടക്കൈയിൽ കൊണ്ട് വടിച്ച് അങ്ങനെ ഇടും, അത്ര തന്നെ അല്ല. അതിങ്ങനെ ചെവിട് ഉണക്കുന്ന പരിപാടി എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഉണക്കുന്നതുകൊണ്ട് അടിയിൽ ഈ ചോറിലൊക്കെ ഈർപ്പന്നാനും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ, എനിക്കറിയത്തില്ലായിരുന്നേ. അങ്ങനെ ദേ കഴുകി എല്ലാം വേഗം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ ഇവിടെ തീ കൂട്ടാൻ തുടങ്ങി പിന്നെ നമ്മളെ പെയിൻ്റൊക്കെ അടിച്ചത് ഇങ്ങനെ വിണ്ട് ഇങ്ങനെ തുടങ്ങി. നമ്മൾ ഈ വരൾച്ച വരുമ്പോൾ മണ്ണിനുണ്ടാവുന്ന ആ വിള്ളലില്ല, അതേപോലെ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ വർഷങ്ങളായാലും പെയിൻ്റൊക്കെ അടിച്ചിട്ട്, അപ്പോൾ അതായിരിക്കും. അപ്പോൾ ഇനി ഒരു തവണ കൂടെ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നിൽക്കത്തുള്ളൂ. പിന്നെ ചൂട് ഭയങ്കരമായിട്ട് വെളിയിലോട്ട് പോകത്തില്ല, അകത്ത് തന്നെ നിൽക്കുന്നത്, അതൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പിള്ളേർക്കുള്ള ചോറൊക്കെ ആക്കിക്കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ തന്നെ ഒച്ചയിട്ട് ഞാൻ പേടിപ്പിക്കുന്നുണ്ട് കുളിക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വഴക്ക് പറയുന്നുണ്ട് കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ എല്ലാത്തിനെയും ഓടിച്ച് ഒരേ സൈഡിലോട്ടൊക്കെ കുളിക്കാൻ വേണം. അപ്പോൾ ഇച്ചുവിന് ഉള്ളി കൂട്ടാൻ വേണ്ടെന്നാണ്. ഇച്ചുവിന് ഉള്ളി തീരെ ഇഷ്ടമില്ല, മുട്ട പൊരിക്കുമ്പോഴും ഉള്ളി വേണ്ടാന്നറിയോ. എന്നാൽ ഈ ഉള്ളി ഇട്ടിട്ടാണ് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത്, അതൊന്നും പുള്ളിക്ക് അറിയണ്ട, ഉള്ളി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചിക്കനൊക്കെ ആക്കി കൊടുക്കട്ടെ, കുഞ്ഞു കഷ്ണാക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളത്. അതാകുമ്പോൾ ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവൊന്നും ഇല്ല, എല്ലാവർക്കും ഒരേപോലെ ഒരേ സ്പൂണ് അളവിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇവിടെ മെയിൻ പരിപാടിയാണ് ഒരാൾക്ക് കൂടുതൽ കൊടുക്കും കുറവ് കൊടുക്കും, അങ്ങനെയൊക്കെ ഒരേ ഇതുണ്ട്. എണ്ണി നോക്കും ചിലപ്പോൾ കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ വിളമ്പാൻ നിൽക്കുമ്പോൾ ഒറ്റ എണ്ണത്തിന് നിർത്തില്ല, എല്ലാത്തിനും ഓടിച്ച് ഞാൻ വിടാറുണ്ട്. അങ്ങനെ ഇച്ചുവിൻ്റെ പാത്രം പുതിയതാണെന്ന് പറഞ്ഞാലും അടയ്ക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഫസ്റ്റിൽ അവന് ചോറ് കൊടുത്തിട്ടപ്പോൾ ബാഗിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചെറിയൊരു പേപ്പറൊക്കെ വെച്ചിട്ട് ടൈറ്റിൽ അങ്ങ് അടച്ചു കൊടുക്കും കേട്ടോ. ഫസലിൻ്റെയും പിന്നെ റോസിൻ്റെയും പിന്നെ തുറക്കാനൊക്കെ ഇച്ചിരി പാടാണ്. ഷവമാർ തുറന്നുള്ളൂ, എനിക്കിത് കഴുകാൻ നേരത്തെ തുറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മക്കൾ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂണിഫോം ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴാണ് സ്കൂളിലത്തെ വിശേഷമൊക്കെ പിള്ളേർക്ക് ഓർമ്മ വരിക. ചിലപ്പോൾ ഹോംവർക്ക് വരെ ഈ സമയത്തായിരിക്കും ഓർമ്മ വരാറുള്ളത്. ചിലപ്പോൾ ഞാൻ ഒച്ചയിടുകയും എനിക്ക് ദേഷ്യം വന്നിട്ട് രാത്രി ഞാൻ വന്നു പറഞ്ഞാൽ എപ്പോഴും ഞാൻ ചോദിക്കും, വന്നത് ഞാൻ ചോദിക്കും ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. ആ നേരത്തെ ഒന്നും ഇല്ലയെന്ന് പറയും, കിടക്കുന്നതിന് മുന്നേ ചോദിച്ചാൽ ഇല്ലയെന്ന് പറയും. പിറ്റേ ദിവസം ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കാൻ നേരത്താണ് ഓരോന്നിൻ്റെ ഹോംവർക്ക് പുറത്ത് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിയെല്ലാം ഇവിടെ ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തേന് ഇതൊക്കെ തന്നെ ധാരാളമാട്ടോ. അപ്പോൾ ഉച്ചക്കത്തേന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. ഇന്നിപ്പോൾ ചോറ് കഞ്ഞിയിട്ട് അരിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു പണിയും തീർന്നു. അപ്പോൾ പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. ഫോണിൽ ഇപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് പോയിട്ടുണ്ടായി. പിള്ളേർ പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെ നല്ല പെരുമഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം റൂമിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വീട്ടിലൊക്കെ വിളിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ സമയം കളയും. പിന്നെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞാണ് ഇനി തൂക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ബാക്കി കാര്യമൊക്കെ ഞാൻ എന്താണെന്നൊക്കെ വഴിയെ പറയാവേ. അത് ഞാൻ ഫിക്സ് ആയിട്ട് ഇങ്ങോട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അതിനുള്ള ഓരോന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള പുതിയ കുട്ടിയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നല്ല വീട്ടിൽ പിന്നെ കാണാം. ബൈ ടാറ്റാ.